എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു തൈര് സലാഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ബിരിയാണിക്ക് ഫ്രൈഡ് റൈസിന് കൂട്ടാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1.5 സവോള ഒരു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് ഒരു വലിയ കഷ്ണം ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തത്, അതും ഒരു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടി 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഒന്നെടുത്താലും മതി. എരിവ് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞവരൊന്നും കഴിക്കയില്ല. പിന്നെ വേണ്ടിയത് തൈരാണ്. ഇത് ഞാൻ അത് എടുക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമുക്ക് എന്തെടുക്കുന്ന വെച്ചാൽ ഒരു ബൗളിലോട്ട് ഈ സവോള ഇട്ട് കൊടുക്കുവാണ്. സവോള ഇങ്ങനെ ഇടുമ്പോൾ നന്നായിട്ടിങ്ങനെ പിഴിഞ്ഞ് ഇടുക. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു, ഉപ്പിട്ടിട്ടുണ്ട്. ഇതൊന്ന് കൂട്ടി ഇളക്കുക. ക്യാരറ്റ് ഇട്ടു. നിങ്ങൾക്ക് ക്യാരറ്റ് ഗ്രേറ്റിങ് ചെയ്യും കേട്ടോ. എല്ലാം സെയിം ആയിട്ട് തന്നെ ചെയ്യണം. ഒന്നെങ്കിൽ നീളത്തിൽ അരിവാണെങ്കിൽ നീളത്തിൽ തന്നെ, കൊത്തി അരിവാണെങ്കിൽ കൊത്തി അരിയണം. അല്ലെങ്കിൽ ഇത് കാണാൻ ഒരു ഭംഗിയും കാണത്തില്ല. പിന്നെ ഞാൻ ഇതിപ്പോൾ ഇവിടെ കിട്ടിയ ഒരു തക്കാളി കേട്ടോ, കുഞ്ഞു തക്കാളി. ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അബുദാബിയിലാണിത് ഞാൻ താമസിക്കുന്നത്. അപ്പം ഗൾഫിൽ ഇവിടെ ഉണ്ടാകുന്ന തക്കാളിയാണെന്ന് തോന്നുന്നു. അപ്പം ഞാനൊരു ഇത് 2 എണ്ണം കൂടെ ഇതിലോട്ട് ചേർക്കുവാണ്. വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പകുതി ചേർത്താൽ മതി കേട്ടോ. കാരണം തക്കാളിയുടെ പുളിയും എല്ലാം കൂടെ, തൈരിൻ്റെ പുളി എല്ലാം കൂടി ആകുമ്പം ഭയങ്കര ഇതായിരിക്കും. ഇനി ഇതിലോട്ട് നമ്മൾ തൈരിൻ്റെ കണക്ക് പറഞ്ഞു കൊടുക്കുവാണ്. തൈര് നമ്മളിപ്പം ഇത് ഡയറക്റ്റ് തൈര് ഇതിപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇങ്ങോട്ട് കട്ടി തൈരാണ്. അപ്പം നമ്മളൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചതിന് ശേഷം തൈര് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കട്ടയായിട്ടിരിക്കും. അപ്പോൾ 1 ടീസ്പൂണ്, 2 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. നമുക്കൊന്ന് അടിച്ചിട്ട് വരാം. മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്ത് ഞാനൊരു 3 ടീസ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പേലും ഉണ്ടാക്കി വെക്കണം. എന്നാലാണ് ഉപ്പും പുളി ഇതിലോട്ട് പിടിച്ച് നമ്മൾ കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഉണ്ടാക്കി ഉടനെ തന്നെ ഇത് നിങ്ങൾ സെർവ് ചെയ്യരുത്. വളരെ സിമ്പിളായ റെസിപ്പി ആകുമ്പോൾ ഇതൊത്തെങ്കിൽ വളരെ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ കഴിക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു തക്കാളിയും കൂടെ ഇട്ടെന്നേ ഉള്ളൂ. അപ്പം താങ്ക് യു. അടുത്ത നല്ല റെസിപ്പിയാണ് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.